മൂലം നാളുകാർക്ക് 2024 പൊതുവെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ധനുക്കൂറിൽപ്പെട്ട മൂലം നാളുകാരെ സംബന്ധിച്ച് 3-ാം ഭാവത്തിൽ ശനി, 5-ാം ഭാവത്തിൽ വ്യാഴം, 4-ൽ രാഹു, ഇങ്ങനെയൊക്കെയാണ് ഗ്രഹനില. പൊതുവെ അനുകൂലമായ മാറ്റങ്ങൾ പലതും ഉണ്ടാകുന്നതാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ ശ്രമിക്കുന്നവർക്ക് അധികം വൈകാതെ അത് സാധിക്കുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ സന്ദർഭമുണ്ടാകും. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരവും ഉണ്ടാകുന്നതാണ്. അന്യരാജ്യങ്ങളിൽ IT മേഖലയിലായാലും ബിസിനസ് മേഖലയിലായാലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങൾ പലതും ഉണ്ടാകാം. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതിലൂടെ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകും. വരുമാന വർധനവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതും വളരെ പ്രയോജനം ചെയ്യും. കൂടുതൽ സൗകര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ലഭിച്ചേക്കാം. നിങ്ങൾക്ക് ദീർഘകാലമായി ആഗ്രഹിക്കുന്നത് പോലെ നല്ല വാസസ്ഥാനം ലഭിക്കുന്നതിനുള്ള സാധ്യതയുമുണ്ട്. ഇങ്ങനെ പല ഗുണങ്ങളും നിങ്ങൾക്ക് വന്നു ചേരാം. നാട്ടിൽ കച്ചവടങ്ങളും മറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക പുരോഗതി പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമർമാരുമായി നല്ല ബന്ധം തുടരാൻ സാഹചര്യമുണ്ടാകും. നിങ്ങളുടെ ബിസിനസ് മേഖലയെ കൂടുതൽ വിപുലീകരിക്കാൻ അവസരമുണ്ടാകും. പൊതുവെ എല്ലാ രീതിയിലും നിങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങളുടെ ഒരു കാലഘട്ടമാണ് വരുന്നത്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ജീവിതത്തിൽ വളരെ ഗുണകരമായ നല്ല സാഹചര്യങ്ങൾ ഈ കാലയളവിൽ ഉണ്ടാകാം. കുടുംബത്തിൽ പൊതുവെ സന്തോഷവും സ്വസ്ഥതയും നിലനിൽക്കുന്നതാണ്. വിവാഹ ആലോചനകളിൽ തീരുമാനമാകാൻ സാധ്യതയുണ്ട്. ദീർഘകാലമായി മനസ്സിൽ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് വളരെ സുപ്രധാനമായ വളരെ ഗുണാത്മകമായ വഴിത്തിരിവിൻ്റേതായ ഒരു കാലഘട്ടമാണ് വരാൻ സാധ്യതയുള്ളത്. വളരെ ശ്രദ്ധിച്ചെല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോവുക. കൂടുതൽ സൂക്ഷ്മവും വിശദവുമായ വസ്തുതകൾ അറിയുന്നതിന് സമഗ്രവും സമ്പൂർണവുമായ രാശി ചിന്ത ചെയ്ത് മുമ്പോട്ട് പോവുക. നമ്മൾ വാർഷിക ഫലങ്ങൾ, പ്രധാനപ്പെട്ട വിഷുഫലം, പുതുവത്സര ഫലങ്ങൾ, ഇങ്ങനെയുള്ള ജ്യോതിഷ ഫലങ്ങൾ നിരൂപണം ചെയ്യുമ്പോൾ ദീർഘകാലം ഒരു രാശിയിൽ തുടരുന്ന വ്യാഴം, ശനി തുടങ്ങിയ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് കൂടുതലും നിർണയങ്ങൾ എടുക്കുക. ശനിയും വ്യാഴവും രാഹു കേതുക്കളുമാണ് ഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ കാലം ഒരു രാശിയിൽ നിൽക്കുന്നത്. ശനി ശരാശരി 2.5 വർഷക്കാലവും വ്യാഴം ശരാശരി 1 വർഷക്കാലവും രാഹുകേതുക്കൾ ശരാശരി 1.5 വർഷക്കാലവും ഒരു രാശിയിൽ തുടരുന്നതാണ്. വർഷം ആരംഭിക്കുമ്പോൾ വ്യാഴം മേടം രാശിയിൽ രാഹുവുമായിട്ട് യോഗം ചെയ്ത് സ്ഥിതി ചെയ്യുന്ന അവസ്ഥയായിരുന്നു ഈ 1199 ആരംഭകാലത്ത്. ഒക്ടോബർ 30 രാഹു മേടൻ രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നതാണ്. അപ്പോൾ ജനുവരിയുടെ ആരംഭത്തിൽ മേടം രാശിയിൽ വ്യാഴവും മീനം രാശിയിൽ രാഹു, കുംഭരാശിയിൽ ശനി, കന്നി രാശിയിൽ കേതു. ഇതാണ് ഗ്രഹസ്ഥിതി.